ഫ്രണ്ട്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായകമാകുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പരിഹരിക്കുവാൻ കഴിയും. എങ്ങനെയെന്നോ, ഓപ്പൺ ഓപ്പനോ പ്രയറിലൂടെ. ഓപ്പൺ ഓപ്പനോ പ്രയർ എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കൂടി ഞാൻ വിശദീകരിച്ച് തന്നിരുന്നു. അതിനൊരു മാജിക്കിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു, ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി ഹീൽ ചെയ്യുവാനും ഇതിലൂടെ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാജിക്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഓപ്പൺ ഓപ്പനോ പ്രയറിൽ 4 വരികളാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു. ഈ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു പ്രയറായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിലുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കത് പരിഹരിക്കുവാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഓപ്പൺ ഓപ്പനോ പ്രയറിലേക്ക് ഒന്ന് കടന്നാലോ? ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വിശദീകരിച്ച് തരാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയും. സുഖകരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജിയെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യുവാൻ കഴിയും. നമ്മുടെ മനസ്സ് മുഴുവൻ ഈ നെഗറ്റീവ് എനർജി കൊണ്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് എനർജിക്ക് സ്ഥാനമില്ല. ഇനി ആത്മീയമായി പറയുകയാണെങ്കിൽ ദൈവം സാത്താൻ എന്ന് പറയും. ഉള്ളിൽ സാത്താൻ കുടികൊണ്ട് കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന് സ്ഥാനമില്ല എന്ന് നമ്മുടെ മുൻതലമുറക്കാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിലോ മാനിഫെസ്റ്റേഷൻ്റെ അടിസ്ഥാനത്തിലോ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി എന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഐ ആം സോറി. ആദ്യത്തെ ലൈനാണ് ഐ ആം സോറി. ഐ ആം സോറി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിന്ത എന്താണെന്നറിയാമോ? നിങ്ങളുടെ മനസ്സിൽ മറ്റൊരാളോടുള്ള ദേഷ്യം, പക, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് എന്ത് തന്നെയാണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പ്രപഞ്ചത്തോട് പറയുകയാണ്. അക്സെപ്റ്റൻസിയാണ് ഏതൊരു ഹീലിങ്ങിൻ്റെയും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു മനുഷ്യനോട്, അതായത് നിങ്ങളുടെ പാർട്ട്ണറിനോട് തന്നെയുള്ള ദേഷ്യമാകട്ടെ, പകയാകട്ടെ, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആകട്ടെ, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന് സോറി പറയുവാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് പ്രപഞ്ചത്തെ, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയെ ബോധിപ്പിക്കുന്നു. രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് പ്ലീസ് ഫോർഗീവ് മീ. ആരോടാണ് ഈ പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറയുന്നത്? പോസിറ്റീവ് എനർജിയോട്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ദേഷ്യം, പക ഇതെല്ലാം മാറ്റി സന്തോഷവും സമാധാനവും നിങ്ങളിൽ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളിലുള്ള പകയും വിദ്വേഷവും ഒക്കെ അകന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രപഞ്ചശക്തിയോട്, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും നിറയ്ക്കുവാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നു. മൂന്നാമത്തെ പവർഫുൾ ലൈൻ എന്ന് പറയുന്നത് താങ്ക് യു. എന്താണ് താങ്ക് യു കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി അർപ്പിക്കുന്നു. മറ്റുള്ള വ്യക്തിയോട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങൾക്കുള്ള ഇമോഷൻസ് പോസിറ്റീവ് തലത്തിലേക്ക് ഉയർത്തുന്നതിന് നിങ്ങൾ പ്രപഞ്ചശക്തിക്ക്, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിക്ക് നന്ദി അർപ്പിക്കുന്നു. ഇതാണ് താങ്ക് യു എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനത്തെ ലൈൻ, നാലാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഐ ലവ് യു. ആരോടാണ് ഐ ലവ് യു പറയുന്നത്? നമ്മുടെ പാർട്ട്ണറിനോടാണ് എന്ന് കരുതിയെങ്കിൽ തെറ്റി. പ്രപഞ്ചശക്തിയോടാണ് ഐ ലവ് യു എന്ന് പറയുന്നത്. നിങ്ങളിൽ സമാധാനവും സന്തോഷവും നിറച്ചുകൊണ്ടിരിക്കുന്നതിനും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ആ ഒരു ബന്ധം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉള്ളതാക്കി തീർക്കുന്നതിനും നിങ്ങളൊരു ദക്ഷിണ അല്ലേ പ്രപഞ്ചത്തിന് കൊടുക്കുകയാണ്. അത് ഐ ലവ് യു. പ്രപഞ്ചശക്തി, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങൾക്കിടയിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവന്നതിന് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. അപ്പോൾ ഈ 4 ലൈനുകളാണ് നമ്മൾ ഓപ്പൺ ഓപ്പനോ പ്രയറിൽ പറയേണ്ടത്. എന്തൊക്കെയാണ്? ഐ ആം സോറി, അതായത് എൻ്റെ തെറ്റുകൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറെടുക്കുകയാണ്. പ്ലീസ് ഫോർഗീവ് മീ, അതായത് എൻ്റെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിലുള്ള ബന്ധം വഷളായി പോയതിനും, അല്ലെങ്കിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ കഴിയാതെ പോയതിനും ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുകയാണ്. അതിലൂടെ പോസിറ്റീവ് എനർജി എന്നിലൂടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ. ദെൻ താങ്ക് യു. താങ്ക് യു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കുന്നു, നിങ്ങളുടെ പങ്കാളിയിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കുന്നു, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പോസിറ്റീവ് എനർജിയും നിറയ്ക്കുന്നു,
അതിന് താങ്ക് യു പറയുന്നു. ഇതിപ്പോൾ ദാമ്പത്യ ജീവിതമാകാം, അല്ലെങ്കിൽ പ്രണയ ജീവിതമാകാം, ഇനി ഫ്രണ്ട്ഷിപ്പിലാകാം, എവിടെയുമാകാം. ഇപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏത് മേഖലയിലാണ്, റിലേഷൻഷിപ്പിൽ ഏത് മേഖലയിലാണോ പ്രശ്നം, അതിനനുസരിച്ച് നിങ്ങൾക്കിതെടുത്ത് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അവസാനത്തിലായെന്ന് പറയുന്നത് ഐ ലവ് യു എന്ന് പ്രപഞ്ചശക്തിയോട് പറയുകയാണ്. ഇതുവരെയും പ്രശ്നം ഒരുപക്ഷെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അത് പരിഹരിക്കപ്പെടാനാണ് നിങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ അവസാനം ഐ ലവ് യു എന്ന് പറയുമ്പോൾ നിങ്ങളത് സ്ഥിരീകരിക്കുകയാണ്. പ്രപഞ്ചശക്തി ഇടപെടുന്നു. നിങ്ങൾക്കിടയിൽ ഐക്യം കൊണ്ടുവരുവാൻ, സമാധാനം കൊണ്ടുവരുവാൻ, സന്തോഷം കൊണ്ടുവരുവാൻ പ്രപഞ്ചശക്തി നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിരന്തരം ഒരു 5 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുകയെ നിങ്ങളുടെ പങ്കാളിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു ഐക്യവും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നത്, ഉടനടി മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ധൈര്യത്തോടെ മുൻപോട്ട് ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യണമെന്നുള്ള ആ ഒരു വാശിയോടെ പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഓപ്പൺ പ്രയർ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അപ്പോൾ ഇന്നു മുതൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഐക്യവും സമാധാനവും കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അത് നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതിനൊരു നിമിത്തമായിട്ട് ഈ ഒരു പ്രയറിനെ നിങ്ങൾ ഉപയോഗിക്കുക. ഫ്രണ്ട്സ്, ഇനി ഒരു ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ കഴിയും. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പ്രയർ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നോക്കുക. വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.